29-ാം ദിവസം മെഡ്ജുഗോരി മാതാവ്. 1981 മുതൽ ബോസ്നിയ ഹെർസഗോവിനയിലെ മെഡ്ജുഗോരി എന്ന ചെറിയ ഗ്രാമത്തിൽ പരിശുദ്ധ കന്യകാമറിയം സമാധാന രാജ്ഞിയായി പ്രത്യക്ഷപ്പെട്ട് ലോകത്തിന് സന്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ദൈവം അവളെ നമ്മുടെ ലോകത്തേക്ക് അയച്ചിരിക്കുന്നുവെന്നും അവൾ നമ്മോടൊപ്പം ചെലവഴിക്കുന്ന ഈ വർഷങ്ങൾ ദൈവം നൽകിയ കൃപയുടെ സമയമാണെന്നും അവൾ നമ്മോട് പറയുന്നു. സമാധാന രാജ്ഞി സ്വന്തം വാക്കുകളിൽ നമ്മോട് പറയുന്നു, ദൈവമുണ്ടെന്ന് ലോകത്തോട് പറയാൻ ഞാൻ വന്നിരിക്കുന്നു. അവൻ ജീവിതത്തിൻ്റെ പൂർണ്ണതയാണ്. ഈ പൂർണ്ണതയും സമാധാനവും ആസ്വദിക്കുവാൻ നിങ്ങൾ ദൈവത്തിലേക്ക് മടങ്ങണം. നമ്മുടെ മറിയത്തിൻ്റെ ദൗത്യം സമാധാനമാണ്. നമ്മെ വീണ്ടും പഠിപ്പിക്കാനും നമ്മുടെ ജീവിതത്തെ ദൈവത്തിലേക്ക് പരിവർത്തനം ചെയ്യാനും വീണ്ടും ദൈവത്തിലേക്ക് കൊണ്ടുവരാനും സഹായിക്കാനാണ് അവൾ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത്. തൻ്റെ പുത്രനായ യേശുവിലേക്ക് ആളുകളെ നയിക്കുക എന്നതാണ് നമ്മുടെ നാഥയുടെ എപ്പോഴുമുള്ള പങ്ക്. എത്ര അത്ഭുതകരമായ ഒരു അവസരം നമ്മുടെ മുന്നിലുണ്ട്. പരിവർത്തനത്തിനായുള്ള നമ്മുടെ നാഥയുടെ ആഹ്വാനം അടിയന്തരമാണ്. നാം പൂർണ്ണ ഹൃദയത്തോടെ പ്രതികരിക്കണം. മെഡ്ജുഗോരി ഗ്രാമത്തിലെ 6 പേർക്ക് സമാധാനരാജ്ഞി സന്ദേശങ്ങൾ നൽകുന്നത് ഇന്നും തുടരുന്നു. ഇവാൻ, ജാക്കോ, മരീജ, മിർജാന, വിക്ക, ഇവാങ്ക. ഈ 6 പേർക്ക് 1981 ജൂൺ 24 മുതൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ദർശനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവളുടെ പൊതു സന്ദേശങ്ങൾക്ക് പുറമെ 6 ദർശകർക്കും സമീപ ഭാവിയിൽ ഭൂമിയിൽ സംഭവിക്കുന്ന സംഭവങ്ങളുടെ ആകെ 10 രഹസ്യങ്ങൾ സമാധാന രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയം നൽകും. ചില രഹസ്യങ്ങൾ മുഴുവൻ ലോകത്തിനും ബാധകമാണ്. മറ്റുള്ളവ ദർശകരെയോ പ്രാദേശിക ഗ്രാമത്തെയോ സംബന്ധിക്കുന്നു. രഹസ്യങ്ങളിൽ ഒന്ന് മാത്രമേ ദർശകർ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുള്ളൂ. 3-ാമത്തെ രഹസ്യത്തിൽ താൻ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട പർവ്വതത്തിൽ ഒരു അമാനുഷികവും നശിപ്പിക്കാനാവാത്തതും ദൃശ്യവുമായ അടയാളം അവശേഷിപ്പിക്കുമെന്ന് സമാധാന രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ കന്യകാമറിയം പറയുന്നു, ഈ അടയാളം നിരീശ്വരവാദികൾക്ക് നൽകപ്പെടും. വിശ്വാസികളായ നിങ്ങൾക്ക് ഇതിനകം അടയാളങ്ങളുണ്ട്. നിങ്ങൾ നിരീശ്വരവാദികൾക്കുള്ള അടയാളമായി മാറിയിരിക്കുന്നു. വിശ്വാസികളായ നിങ്ങൾ മാനസാന്തരത്തിന് മുമ്പ് അടയാളത്തിനായി കാത്തിരിക്കരുത്. ഉടൻ തന്നെ മാനസാന്തരപ്പെടുക. ഈ സമയം നിങ്ങൾക്കുള്ള കൃപയുടെ സമയമാണ്. ദൈവത്തിൻ്റെ കൃപയ്ക്ക് നിങ്ങൾക്കൊരിക്കലും എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല. നിങ്ങളുടെ വിശ്വാസം ആഴപ്പെടുത്താനും നിങ്ങളുടെ പരിവർത്തനത്തിനും സമയമായി. അടയാളങ്ങൾ വരുമ്പോൾ അനേകർക്ക് വളരെ വൈകും. 6 ദർശകരിൽ ഓരോരുത്തർക്കും 10 രഹസ്യങ്ങൾ ലഭിച്ചു കഴിഞ്ഞാൽ സമാധാന രാജ്ഞി അവർക്ക് ദിവസേന പ്രത്യക്ഷപ്പെടുന്നത് നിർത്തും. നിലവിൽ മരീജ, വിക്ക, ഇവാൻ എന്നിവർക്ക് 9 രഹസ്യങ്ങൾ ലഭിച്ചു. സമാധാന രാജ്ഞി ഇപ്പോഴും എല്ലാ ദിവസവും അവർ എവിടെയായിരുന്നാലും വൈകുന്നേരം 6:40 അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. മിർജാന, ജാക്കോവ്, ഇവാങ്ക എന്നിവർക്ക് 10 രഹസ്യങ്ങൾ ലഭിച്ചു. ജീവിതകാലം മുഴുവൻ വർഷത്തിലൊരിക്കൽ സമാധാനരാജ്ഞി അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. 1985 മെയ് 7 തൻ്റെ 10-ാമത്തെ രഹസ്യം സ്വീകരിച്ച് ഇവാങ്കയ്ക്ക് ഇത് എല്ലാ വർഷവും ജൂൺ 25 പ്രത്യക്ഷപ്പെടലുകളുടെ വാർഷികമാണ്. 1998 സെപ്റ്റംബർ 12 തൻ്റെ 10-ാമത്തെ രഹസ്യം സ്വീകരിച്ച ജാക്കോവിന് ഇതെല്ലാ വർഷവും ക്രിസ്മസ് ദിനത്തിലാണ്. 1982 ക്രിസ്മസിന് തൻ്റെ 10-ാമത്തെ രഹസ്യം ലഭിച്ച മിർജാനയ്ക്ക് അതെല്ലാ വർഷവും മാർച്ച് 18 അവളുടെ ജന്മദിനമാണ്. എല്ലാ അവിശ്വാസികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി 1987 ഓഗസ്റ്റ് 2 മുതൽ 2020 മാർച്ച് 2 വരെ എല്ലാ മാസവും 2-ാം തീയതി നമ്മുടെ മാതാവ് മിർജാനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹം ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തവരായി വിശേഷിപ്പിക്കപ്പെടുന്ന ലോകത്തിലെ അവിശ്വാസികൾക്ക് വേണ്ടി നാം എല്ലാവരും പ്രാർത്ഥിക്കേണ്ടത് വളരെ പ്രധാനമാണെന്ന് മിർജാന നമ്മോട് പറയുന്നു. മരീജയ്ക്കും ഇവാനും വിക്കയ്ക്കും 10-ാമത്തെ രഹസ്യം നമ്മുടെ സമാധാനരാജ്ഞി എപ്പോൾ നൽകുമെന്ന് ആർക്കും അറിയില്ല. പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെടുന്നത് നിർത്തിക്കഴിഞ്ഞാൽ ലോകത്തിന് 3 മുന്നറിയിപ്പുകൾ നൽകും. ഈ മുന്നറിയിപ്പുകൾ ഭൂമിയിലെ സംഭവങ്ങളുടെ രൂപത്തിലായിരിക്കും. അവ മിർജാനയുടെ ജീവിതകാലത്ത് സംഭവിക്കും. മിർജാന അവയ്ക്ക് സാക്ഷിയാകും. ഓരോ മുന്നറിയിപ്പിനും 10 ദിവസം മുമ്പ് അവൾ ഈ ദൗത്യത്തിനായി തിരഞ്ഞെടുത്ത പുരോഹിതനായ ഫാദർ പീറ്റർ ലുബ്സിക്കിനെ അറിയിക്കും. തുടർന്ന്
അദ്ദേഹം 7 ദിവസം മിർജാനയോടൊപ്പം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യും. തുടർന്ന് ഓരോ മുന്നറിയിപ്പും നടക്കുന്നതിന് 3 ദിവസം മുമ്പ് മുന്നറിയിപ്പ് എന്ത്, എവിടെ, എപ്പോൾ നടക്കുമെന്ന് ഫാദർ പീറ്റർ ലോകത്തോട് പ്രഖ്യാപിക്കും. ഫാദർ പീറ്ററിന് മറ്റു മാർഗമില്ല, ഓരോ മുന്നറിയിപ്പും വെളിപ്പെടുത്തണം. ആദ്യ മുന്നറിയിപ്പിന് ശേഷം മറ്റ് 2 വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പിന്തുടരും. ആ ഇടവേള വലിയ കൃപയുടെയും പരിവർത്തനത്തിൻ്റെയും ഒരു കാലഘട്ടമായിരിക്കും. മെഡ്ജുഗോരിയിൽ പരിശുദ്ധ കന്യകാമറിയം ആദ്യമായി പ്രത്യക്ഷപ്പെട്ട പർവ്വതത്തിൽ സ്ഥിരവും ദൃശ്യവും അമാനുഷികവും നശിപ്പിക്കാനാവാത്തതുമായ അടയാളം പ്രത്യക്ഷപ്പെടുമ്പോൾ പരിവർത്തനത്തിന് വളരെ കുറച്ച് സമയമേ ഉണ്ടാകൂ. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യക നമ്മെ അടിയന്തര പരിവർത്തനത്തിലേക്കും മാനസാന്തരത്തിലേക്കും അനുരഞ്ജനത്തിലേക്കും ക്ഷണിക്കുന്നത്. രഹസ്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നതിന് മുമ്പ് സ്ഥിരമായ അടയാളം നിരവധി രോഗശാന്തികളിലേക്കും മാനസാന്തരങ്ങളിലേക്കും പരിവർത്തനങ്ങളിലേക്കും നയിക്കും. മിർജാനിയുടെ അഭിപ്രായത്തിൽ പരിശുദ്ധ കന്യക പ്രവചിച്ച സംഭവങ്ങൾ അടുത്തിരിക്കുന്നു. ഈ അനുഭവത്തിൻ്റെ ബലത്തിൽ മിർജാന ലോകത്തോടിങ്ങനെ പ്രഖ്യാപിക്കുന്നു: വേഗം മാനസാന്തരപ്പെടുക, നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിനായി തുറക്കുക. 9-ാമത്തെയും 10-ാമത്തെയും രഹസ്യങ്ങൾ ഗൗരവമുള്ളവയാണ്. അവ ലോകത്തിലെ പാപങ്ങൾക്കുള്ള ശിക്ഷയെക്കുറിച്ചാണ്. ശിക്ഷ അനിവാര്യമാണ്, കാരണം ലോകം മുഴുവൻ മാനസാന്തരപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ല. പ്രാർത്ഥനയിലൂടെയും തപസ്സിലൂടെയും ശിക്ഷ കുറയ്ക്കാൻ കഴിയും, പക്ഷേ അതില്ലാതാക്കാൻ കഴിയില്ല. ലോകത്തെ ഭീഷണിപ്പെടുത്തിയിരുന്ന തിന്മകളിൽ ഒന്നായ 7-ാമത്തെ രഹസ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒന്ന് പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും ഒഴിവാക്കപ്പെട്ടുവെന്ന് മിർജാന പറയുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ കന്യക പ്രാർത്ഥനയും ഉപവാസത്തെയും പ്രോത്സാഹിപ്പിക്കുന്നത്. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും നിങ്ങൾക്ക് യുദ്ധങ്ങളെ തടയാനും പ്രകൃതി നിയമങ്ങൾ താൽക്കാലികമായി നിർത്താനും കഴിയുമെന്ന് നിങ്ങൾ മറന്നുപോയി. ഈ അടിസ്ഥാന സന്ദേശത്തിന് പുറമെ 1982 തനിക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് മിർജാന വിവരിച്ചു. അത് സഭാ ചരിത്രത്തിൻ്റെ ചില വശങ്ങളിലേക്ക് വെളിച്ചം വീശുന്നു. സാത്താൻ തനിക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് അവർ സംസാരിച്ചു. മിർജാനയോട് പരിശുദ്ധ മാതാവിനെ ഉപേക്ഷിച്ച് അവനെ അനുഗമിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്യുന്നതിലൂടെ അവൾക്ക് സ്നേഹത്തിലും ജീവിതത്തിലും സന്തോഷവാനായിരിക്കാൻ കഴിയും. പരിശുദ്ധ മാതാവിനെ അനുഗമിക്കുന്നത് കഷ്ടപ്പാടിലേക്ക് നയിക്കുമെന്ന് അവൻ കൂട്ടിച്ചേർത്തു. മിർജാന അവനെ നിരസിച്ചു. ഉടനെ പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. സാത്താൻ അപ്രത്യക്ഷനായി. തുടർന്ന് പരിശുദ്ധ മാതാവ് മിർജാനിക്ക് ഇനി പറയുന്ന സന്ദേശം നൽകി: ക്ഷമിക്കണം, പക്ഷേ സാത്താൻ ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു ദിവസം അവൻ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും സഭയെ ഒരു പരീക്ഷണ കാലഘട്ടത്തിന് വിധേയമാക്കാൻ അനുവാദം ചോദിക്കുകയും ചെയ്തു. 1 നൂറ്റാണ്ട് കാലം സഭയെ പരീക്ഷിക്കാൻ ദൈവം അവന് അനുമതി നൽകി. ഈ നൂറ്റാണ്ട് പിശാചിൻ്റെ ശക്തിയിലാണ്. എന്നാൽ നിങ്ങളോട് വെളിപ്പെടുത്തിയ രഹസ്യങ്ങൾ സംഭവിക്കുമ്പോൾ അവൻ്റെ ശക്തി നശിപ്പിക്കപ്പെടും. ഇപ്പോൾ പോലും അവൻ്റെ ശക്തി നഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു. ആക്രമണകാരിയായി മാറിയിരിക്കുന്നു. അവൻ വിവാഹങ്ങളെ നശിപ്പിക്കുന്നു, പുരോഹിതന്മാർക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുന്നു, ആസക്തികൾക്കും കൊലപാതകങ്ങൾക്കും ഉത്തരവാദിയാണ്. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും, പ്രത്യേകിച്ച് സമൂഹ പ്രാർത്ഥനയിലൂടെയും നിങ്ങൾ ഇവയിൽ നിന്ന് സ്വയം സംരക്ഷിക്കണം. വെഞ്ചരിച്ച വസ്തുക്കൾ നിങ്ങളോടൊപ്പം കൊണ്ടുപോകുക, അവ നിങ്ങളുടെ വീട്ടിൽ വയ്ക്കുക, വിശുദ്ധ ജലത്തിൻ്റെ ഉപയോഗം പുനഃസ്ഥാപിക്കുക. ഈ പ്രത്യക്ഷീകരണങ്ങളെക്കുറിച്ച് പഠിച്ച ചില കത്തോലിക്ക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ മിർജാനയുടെ ഈ സന്ദേശം ലിയോ 13 മാർപ്പാപ്പയ്ക്കുണ്ടായിരുന്ന ദർശനത്തിലേക്ക് വെളിച്ചം വീശുമെന്ന് കരുതുന്നു. അവരുടെ അഭിപ്രായത്തിൽ സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള ഒരു അപ്പോക്കാലിപ്റ്റിക് ദർശനം ലഭിച്ചതിനു ശേഷമാണ് ലിയോ 13 മാർപ്പാപ്പ വിശുദ്ധ മിഖായിലിനോടുള്ള പ്രാർത്ഥന അവതരിപ്പിച്ചത്. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ കാലം വരെ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പുരോഹിതന്മാർ ഇത് ചൊല്ലിയിരുന്നു. ലിയോ 13 മാർപ്പാപ്പ മുൻകൂട്ടി കണ്ട പരീക്ഷണങ്ങളുടെ നൂറ്റാണ്ട് അവസാനിക്കാൻ പോവുകയാണെന്ന് ഈ വിദഗ്ധർ പറയുന്നു. 1981 പ്രത്യക്ഷീകരണങ്ങൾ ആരംഭിച്ചതിനു ശേഷം ലോകമെമ്പാടുമുള്ള എല്ലാ മതങ്ങളിൽ നിന്നുമുള്ള ഏകദേശം 40 ദശലക്ഷം ആളുകൾ മെഡ്ജുഗോരിയിൽ സന്ദർശനം നടത്തുകയും ആത്മീയമായി ശക്തിപ്പെടുകയും മാനസാന്തരപ്പെടുകയും ചെയ്തിട്ടുണ്ട്. പലരും രോഗശാന്തികളുടെ, അതായത് മനസ്സ്, ശരീരം, ആത്മാവ് എന്നിവയുടെ അമാനുഷിക ദൃശ്യ അടയാളങ്ങൾ,
ദൈവത്തിലേക്കുള്ള ആഴത്തിലുള്ള പരിവർത്തനങ്ങൾ എന്നിവയുടെ രൂപത്തിൽ അത്ഭുതങ്ങളുടെ കഥകൾ തിരികെ കൊണ്ടുവരുന്നു. മെഡ്ജുഗോരിയിലെ മാതാവ് ഞങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ തുറന്ന മനസ്സോടെയും ഹൃദയത്തോടെയും അന്വേഷിക്കേണ്ടത് നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കടപ്പെട്ടിരിക്കുന്നു. ഈ സന്ദേശങ്ങൾ വായിച്ച് അവ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ജീവിതത്തെ എങ്ങനെ ബാധിക്കുമെന്ന് സ്വയം തീരുമാനിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. പരിശുദ്ധ മറിയത്തിൻ്റെ സന്ദേശങ്ങൾ ഒരു മൊസൈക്ക് പോലെ കൂട്ടിച്ചേർക്കപ്പെടേണ്ടവയാണ്. ഈ സന്ദേശങ്ങളുടെ പൂർണ്ണമായ അർത്ഥവും ആഴവും മനസ്സിലാക്കാൻ കഴിഞ്ഞ 33-ലധികം വർഷങ്ങളായി അവൾ നമുക്ക് നൽകിയ എല്ലാ സന്ദേശങ്ങളും നാം പഠിക്കേണ്ടതുണ്ട്. ഈ സന്ദേശങ്ങളിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ വളരെ മനോഹരമായ ഒരു മൊസൈക്ക് സൃഷ്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മ നൽകിയ സന്ദേശം നവംബർ 25, 1989. അവൾ നമുക്ക് നൽകിയ സന്ദേശങ്ങൾ നിരന്തരം വായിക്കാനും പഠിക്കാനും ധ്യാനിക്കാനും നമ്മുടെ മറിയം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവൾ പറഞ്ഞു, കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങൾക്ക് നൽകിയ സന്ദേശങ്ങൾ എല്ലാ ദിവസവും വായിക്കുക, അവയെ ജീവിതമാക്കി മാറ്റുക. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ദൈവത്തോടൊപ്പം രക്ഷയുടെ വഴിയിലേക്ക് വിളിക്കുന്നത്. ഡിസംബർ 25, 1989. മാതാവ് ഉപയോഗിക്കുന്ന പഠിപ്പിക്കൽ വിദ്യ നമ്മെ ക്രിസ്ത്യാനികളാകാൻ വീണ്ടും പഠിപ്പിക്കുന്നു. നമ്മോടൊപ്പം നടന്ന് പടിപടിയായി സന്ദേശം വഴി നമ്മെ നയിച്ചുകൊണ്ട് അവൾ ഇത് നേടിയെടുക്കുന്നു. ഇന്ന് ഒരു ക്രിസ്ത്യാനിയാകുക എന്നത് പ്രധാനമല്ലെന്ന് പലരും കരുതുന്നു. മറ്റുള്ളവർ ഒരു യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിനേക്കാൾ എളുപ്പമോ സൗകര്യപ്രദമോ ആയ ഒരു ഉപരിപ്ലവമായ ക്രിസ്തുമതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തുമതത്തിൻ്റെ യഥാർത്ഥ മുഖം തൻ്റെ സന്ദേശങ്ങളിലൂടെ നമുക്ക് കാണിച്ചു തരാൻ മാതാവ് ആഗ്രഹിക്കുന്നു. ഇത് ഒരു നീണ്ട പ്രക്രിയയാണ്. കാരണം ഒരു സമൂഹം എന്ന നിലയിൽ നാം ദൈവത്തിൽ നിന്നും സത്യത്തിൽ നിന്നും വളരെ അകന്നു പോയി പഠിക്കാൻ മന്ദഗതിയിലാണ്. സഭയ്ക്ക് പുറത്തും ഇത് സത്യമാണ്. ദൈവമാതാവാൽ ക്രമേണ പൂർണ്ണമായും പുനർവിദ്യാഭ്യാസം നേടുന്നത് നാം അംഗീകരിക്കണം. മനുഷ്യവർഗത്തിൻ്റെ പ്രശ്നം ആളുകൾക്ക് ദുഷ്ടലക്ഷ്യങ്ങൾ ഉണ്ടെന്നതല്ല. ധാരാളം നല്ല മനസ്സുള്ള ആളുകളുണ്ട്. പ്രശ്നം എന്തെന്നാൽ നമ്മൾ ചിലപ്പോൾ സത്യം കാണുന്നില്ല. നമ്മൾ ഇരുട്ടിലാണ്. നമ്മളിൽ പലരും അന്ധരാണ്. ശരിയും തെറ്റും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെ പറയണമെന്ന് നമുക്കറിയാത്തതിനാൽ നമ്മൾ സ്വയം സാത്താൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. നമ്മളിൽ പലരും അറിയാതെ തന്നെ സാത്താൻ്റെ പ്രതിച്ഛായയായി മാറുന്നു. മതപരമായ ആഭിമുഖ്യം പരിഗണിക്കാതെ ഇന്നത്തെ ലോകം ഒരു പ്രതിസന്ധിയിലാണെന്ന് ആർക്കും വാദിക്കാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മുടെ ലോകത്തിൻ്റെ ധാർമ്മികത എത്രത്തോളം തകർന്നിരിക്കുന്നുവെന്ന് കാണാൻ ഒരാൾ ചെയ്യേണ്ടത് പത്രം വായിക്കുകയോ ടെലിവിഷൻ കാണുകയോ ചെയ്യുക എന്നതാണ്. ഭീകരത, മനുഷ്യത്വമില്ലായ്മ, ക്രൂരത, അക്രമം, ദുരുപയോഗം, മയക്കുമരുന്ന്, യുദ്ധം, കുറ്റകൃത്യം മുതലായവയുടെ ഉദാഹരണങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് ഞെട്ടിപ്പിക്കുന്നതാണ്. ദൈവത്തെയും കുടുംബത്തെയും കേന്ദ്രീകരിച്ചുള്ള ജീവിതത്തിൽ നിന്ന് ലോകത്തിൻ്റെ ഭൂരിഭാഗവും അകന്നു പോയിരിക്കുന്നു. നമ്മുടെ ജീവിതം തിരിച്ചുവിടാൻ ആവശ്യമായ ഉത്തരങ്ങൾ പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങളും തിരുവഴുത്തുകളും വായിച്ച് ജീവിക്കുന്നതിലൂടെ കണ്ടെത്താനാകും. മിർജാന പറയുന്നു, നിങ്ങൾ പാപം ചെയ്യാൻ തയ്യാറാണ്. ചിന്തിക്കാതെ തന്നെ നിങ്ങളെ തന്നെ സാത്താൻ്റെ കൈകളിൽ ഏൽപ്പിക്കാൻ തയ്യാറാണ്. പരിശുദ്ധ അമ്മയുടെ സന്ദേശം മെയ് 25, 1987. നിങ്ങളുടെ ഹൃദയങ്ങളെ നിയന്ത്രിക്കാൻ സാത്താനെ അനുവദിക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ എൻ്റെയല്ല, സാത്താൻ്റെ പ്രതിരൂപമായിരിക്കും. ജനുവരി 30, 1986. കുട്ടികളെ, ലോകം മുഴുവൻ അന്ധകാരം നിറഞ്ഞിരിക്കുന്നു. ആളുകൾ പല കാര്യങ്ങളിലാലും ആകർഷിക്കപ്പെടുന്നു. എന്നാൽ അവർ കൂടുതൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് മറന്നു പോകുന്നു. ആളുകൾ യേശുവിനെ സ്വീകരിക്കുന്നതുവരെ, സുവിശേഷത്തിൻ്റെ വചനമായ അവൻ്റെ വചനങ്ങൾ ജീവിക്കുന്നതുവരെ ലോകത്തിൽ വെളിച്ചം വാഴുകയില്ല. പ്രിയമക്കളെ, ഇത്രയും കാലം ഞാൻ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നതിൻ്റെ കാരണം ഇതാണ്. നിങ്ങളെ യേശുവിൻ്റെ പാതയിലേക്ക് നയിക്കുക എന്നതാണ്. നിങ്ങളെ രക്ഷിക്കാനും നിങ്ങളിലൂടെ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ പലരും വിശ്വാസമില്ലാതെ ജീവിക്കുന്നു. ചിലർക്ക് യേശുവിനെക്കുറിച്ച് കേൾക്കാൻ പോലും താല്പര്യമില്ല. പക്ഷേ അവർ ഇപ്പോഴും സമാധാനവും സംതൃപ്തിയും ആഗ്രഹിക്കുന്നു. കുട്ടികളെ, എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുള്ളതിൻ്റെ കാരണം ഇതാണ്. മനുഷ്യവംശത്തെ രക്ഷിക്കാനുള്ള ഏക മാർഗം പ്രാർത്ഥനയാണ്. ജൂലൈ 30, 1987.
സാത്താൻ ഒരു യഥാർത്ഥ വ്യക്തിയാണെന്ന് നാം തിരിച്ചറിയണം. അവൻ നമ്മെ സ്വന്തം ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. അവൻ്റെ പ്രധാന ലക്ഷ്യം നാശമാണ്. സ്നേഹം, സമാധാനം, വിശ്വാസം, കുടുംബം, ജീവിതം എന്നിവയുടെ നാശം. ഗോലിയാത്തിനെ പരാജയപ്പെടുത്താൻ ദൈവം ദാവീദിന് 5 കല്ലുകൾ നൽകിയതുപോലെ സാത്താനെ പരാജയപ്പെടുത്താൻ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന 5 കല്ലുകൾ അല്ലെങ്കിൽ ആയുധങ്ങൾ പരിശുദ്ധ കന്യകാമറിയം നമുക്ക് നൽകുന്നു. അവ ഇവയാണ്: ദൈനംദിന പ്രാർത്ഥന, അതായത് ജപമാലയുടെ പ്രാർത്ഥന, ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ഉപവാസം, ദിവസേനയുള്ള ബൈബിൾ വായന, പ്രതിമാസ കുമ്പസാരം, പരിശുദ്ധ കുർബാന. പ്രാർത്ഥനയുടെയും ജപമാലയുടെയും പ്രാധാന്യത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ. ഈ ദിവസങ്ങളിൽ ആളുകൾ എന്നോടൊപ്പം പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കഴിയുന്നത്ര പ്രാർത്ഥിക്കണം. ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും കർശനമായി ഉപവസിക്കണം. എല്ലാ ദിവസവും കുറഞ്ഞത് ഒരു ജപമാലയെങ്കിലും പ്രാർത്ഥിക്കണം. സന്തോഷകരവും ദുഃഖകരവും മഹത്വപൂർണവുമായ രഹസ്യങ്ങൾ. ഓഗസ്റ്റ് 14, 1984. പ്രിയ മക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ പ്രത്യേകിച്ച് വിളിക്കുന്നത് പ്രാർത്ഥനയിലൂടെ സാത്താനെതിരെ മുന്നേറാനാണ്. സാത്താൻ പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാവുന്നതിനാൽ ഇപ്പോൾ അവൻ കൂടുതൽ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയ മക്കളെ, യുദ്ധത്തിനായുള്ള ആയുധം ധരിച്ച് ജപമാല കയ്യിൽ പിടിച്ചുകൊണ്ട് അവനെ പരാജയപ്പെടുത്തൂ. എൻ്റെ ആഹ്വാനത്തിന് മറുപടി നൽകിയതിന് നന്ദി. ഓഗസ്റ്റ് 8, 1985. പ്രിയ മക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ വിളിക്കുന്നത് ജീവനുള്ള വിശ്വാസത്തോടെ ജപമാല ചൊല്ലാൻ തുടങ്ങാനാണ്. അങ്ങനെ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. പ്രിയ മക്കളെ, നിങ്ങൾ കൃപകൾ നേടാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങൾക്ക് ആരംഭിക്കാൻ ആഗ്രഹമില്ലാത്തതിനാൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല. പ്രിയ മക്കളെ, ജപമാല ചൊല്ലാൻ ഞാൻ നിങ്ങളെ വിളിക്കുന്നു. നിങ്ങളുടെ ജപമാല നിങ്ങൾ സന്തോഷത്തോടെ നിറവേറ്റേണ്ട ഒരു കടമയായിരിക്കട്ടെ. അങ്ങനെ ഞാൻ ഇത്രയും കാലം നിങ്ങളോടൊപ്പമുള്ളതിൻ്റെ കാരണം നിങ്ങൾക്ക് മനസ്സിലാകും. പ്രാർത്ഥിക്കാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ വിളിക്ക് മറുപടി നൽകിയതിന് നന്ദി. ജൂൺ 12, 1986. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്നും സ്നേഹത്തിൽ നിന്നാണ് ഇവിടെ വരുന്നതെന്നും നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ആത്മാക്കൾക്ക് സമാധാനത്തിൻ്റെയും രക്ഷയുടെയും പാത കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വരുന്നത്. നിങ്ങൾ എൻ്റെ വാക്കു കേൾക്കണമെന്നും സാത്താൻ നിങ്ങളെ വശീകരിക്കാൻ അനുവദിക്കരുതെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. പ്രിയ മക്കളെ, സാത്താൻ ശക്തനാണ്. അതിനാൽ അവൻ്റെ സ്വാധീനത്തിലുള്ളവർ രക്ഷിക്കപ്പെടുന്നതിനായി നിങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. നിങ്ങളുടെ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുക. ലോകത്തിൻ്റെ രക്ഷയ്ക്കായി നിങ്ങളുടെ ജീവൻ ബലിയർപ്പിക്കുക. അതിനാൽ കുഞ്ഞുങ്ങളെ, ഭയപ്പെടേണ്ട. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സാത്താന് നിങ്ങളെ അല്പം പോലും ഉപദ്രവിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണ്. അവൻ നിങ്ങളെ നിരീക്ഷിക്കുന്നു. പ്രാർത്ഥിക്കുക. നിങ്ങൾ എൻ്റേതാണെന്നതിൻ്റെ അടയാളമായി ജപമാല എപ്പോഴും നിങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കട്ടെ. ഫെബ്രുവരി 25, 1989. ഉപവാസത്തെക്കുറിച്ചുള്ള പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ. ഏറ്റവും നല്ല ഉപവാസം അപ്പവും വെള്ളവും കഴിക്കലാണ്. ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും യുദ്ധങ്ങൾ നിർത്തലാക്കാൻ കഴിയും. പ്രകൃതിയുടെ സ്വാഭാവിക നിയമങ്ങളെ താൽക്കാലികമായി നിർത്തിവെക്കാൻ കഴിയും. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപവാസത്തെ മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല. രോഗികൾ ഒഴികെ എല്ലാവരും ഉപവസിക്കേണ്ടതുണ്ട്. ജൂലൈ 21, 1982. പ്രിയ മക്കളെ, ഇന്നും ഞാൻ നിങ്ങളെ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുന്നു. പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും മാത്രമേ യുദ്ധം നിർത്താൻ കഴിയൂ. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ എൻ്റേതാണെന്നും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുക. കാരണം ഈ പ്രക്ഷുബ്ധമായ ദിവസങ്ങളിൽ കഴിയുന്നത്ര ആത്മാക്കളെ വശീകരിക്കാൻ സാത്താൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ദൈവത്തിനു വേണ്ടി തീരുമാനിക്കാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. അവൻ നിങ്ങളെ സംരക്ഷിക്കുകയും നിങ്ങൾ എന്തു ചെയ്യണമെന്നും ഏത് പാത സ്വീകരിക്കണമെന്നും നിങ്ങൾക്ക് കാണിച്ചു തരും. എന്നോട് അതെ എന്ന് പറഞ്ഞ് എല്ലാവരെയും എൻ്റെ പുത്രനായ യേശുവിനോടും അവൻ്റെ ഹൃദയത്തോടും എന്നോടുമുള്ള സമർപ്പണം പുതുക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. അങ്ങനെ ഈ സമാധാനമില്ലാത്ത ലോകത്ത് നിങ്ങളെ കൂടുതൽ തീവ്രമായി സമാധാനത്തിൻ്റെ ഉപകരണങ്ങളായി എടുക്കാൻ നമുക്ക് കഴിയും. മെഡ്ജുഗോരി നിങ്ങൾക്കെല്ലാവർക്കും ഒരടയാളവും
ദൈവം നിങ്ങൾക്ക് നൽകുന്ന കൃപയുടെ ദിനങ്ങൾ പ്രാർത്ഥിക്കാനും ജീവിക്കാനുമുള്ള ഒരു ആഹ്വാനവുമാണ്. അതിനാൽ പ്രിയ മക്കളെ, പ്രാർത്ഥനയിലേക്കുള്ള വിളി ഗൗരവത്തോടെ സ്വീകരിക്കുക. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ കഷ്ടപ്പാടുകളും സഹനങ്ങളും എൻ്റേതാണ്. എൻ്റെ വിളിക്ക് പ്രത്യുത്തരിച്ചതിന് നന്ദി. ഏപ്രിൽ 25, 1992. പ്രിയ മക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നത് പ്രാർത്ഥന നിങ്ങൾക്ക് സന്തോഷമായി മാറുന്നതുവരെ കൂടുതൽ ഉത്സാഹത്തോടെ പ്രാർത്ഥനയും ഉപവാസവും പുതുക്കാനാണ്. കുഞ്ഞുങ്ങളെ, പ്രാർത്ഥിക്കുന്നവൻ ഭാവിയെ ഭയപ്പെടുന്നില്ല, ഉപവസിക്കുന്നവൻ തിന്മയെ ഭയപ്പെടുന്നില്ല. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് ആവർത്തിക്കുന്നു, പ്രാർത്ഥനയിലൂടെയും ഉപവാസത്തിലൂടെയും മാത്രമേ യുദ്ധങ്ങൾ നിർത്താൻ കഴിയൂ. നിങ്ങളുടെ അവിശ്വാസത്തിൻ്റെയും ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെയും യുദ്ധങ്ങൾ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. കുഞ്ഞുങ്ങളെ, ഞാൻ പഠിപ്പിക്കുന്നു. നിങ്ങളുടെ സമാധാനവും പ്രത്യാശയും ദൈവത്തിലാണ്. അതുകൊണ്ടാണ് ദൈവത്തോട് കൂടുതൽ അടുക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ അവന് ഒന്നാം സ്ഥാനത്ത് വയ്ക്കുകയും ചെയ്യുക എന്ന് ഞാൻ പറയുന്നത്. എൻ്റെ വിളിക്ക് മറുപടി നൽകിയതിന് നന്ദി. ജനുവരി 25, 2001. കുമ്പസാരത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മയുടെ സന്ദേശങ്ങൾ. പ്രതിമാസ കുമ്പസാരത്തിന് പോകാൻ സമാധാന രാജ്ഞിയായ പരിശുദ്ധ മറിയം ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. മിർജാന പറയുന്നു, മെഡ്ജുഗോരിയിലേക്ക് വരുന്ന തീർത്ഥാടകർ എപ്പോഴും കുമ്പസാരത്തിനായി വരിയിൽ നിൽക്കുന്ന ആളുകളുടെ എണ്ണത്തിലും കുമ്പസാരം കേൾക്കുന്ന പുരോഹിതന്മാരുടെ എണ്ണത്തിലും മതിപ്പുളവാക്കുന്നു. മെഡ്ജുഗോരിയിൽ കുമ്പസാരത്തിനിടെ നിരവധി പുരോഹിതന്മാർക്ക് അസാധാരണമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മെഡ്ജുഗോരിയിലേക്ക് ഞങ്ങൾക്കൊപ്പം വന്ന നിരവധി തീർത്ഥാടകർ 20, 30, 40, 50 വർഷങ്ങളിൽ പോലും ആദ്യമായി കുമ്പസാരത്തിന് പോകുന്നു. ഇത് മെഡ്ജുഗോരിയുടെ ഫലങ്ങളിലും അത്ഭുതങ്ങളിലും ഒന്നാണ്. പരിശുദ്ധ അമ്മ പറയുന്നു, കുമ്പസാരത്തിൽ പലർക്കും ബുദ്ധിമുട്ടുകൾ നേരിടുന്നു. ചിലർക്ക് മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുമ്പസാരിക്കുന്നതിനോടുള്ള നമ്മുടെ എതിർപ്പുകളെ മറികടക്കുകയും പരിശുദ്ധ അമ്മയുടെ അഭ്യർത്ഥനയിൽ വിശ്വസിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. കുമ്പസാരം ഒരു കൂദാശയാണ്. നമുക്ക് പാപമോചനം ലഭിക്കുമ്പോൾ നമുക്ക് പ്രത്യേക കൃപകൾ ലഭിക്കുന്നു. പ്രതിമാസ കുമ്പസാരത്തിന് പോകാൻ തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പലപ്പോഴും പലരുടെയും ജീവിതം നാടകീയമായി മാറുമെന്നറിയാം. നിങ്ങൾ കൂടുതൽ പോകുന്തോറും നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ബോധവാന്മാരാകും. നമ്മുടെ പാപങ്ങളെ നാം കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്തോറും നമ്മുടെ പാപങ്ങളെ മറികടക്കാൻ ദൈവം നമുക്ക് കൂടുതൽ കൃപകൾ നൽകും. കുമ്പസാരത്തിൻ്റെ കണ്ണുകളിലൂടെ ശരിക്കും പശ്ചാത്താപമുള്ള ഹൃദയത്തോടെ നമ്മൾ കാണുമ്പോൾ നമുക്കില്ലാത്ത സദ്ഗുണങ്ങളാൽ ദൈവം നമ്മെ വളർത്താൻ തുടങ്ങുന്നു. ദൈവവുമായും നിങ്ങൾക്കിടയിലും സമാധാനം സ്ഥാപിക്കുക. അതിനായി വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, കുമ്പസാരത്തിലേക്ക് പോവുക എന്നിവ ആവശ്യമാണ്. ജൂൺ 26, 1981. പ്രാർത്ഥിക്കുക, ഉറച്ചു വിശ്വസിക്കുകയും പതിവായി കുമ്പസാരത്തിന് പോവുകയും അതുപോലെ പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുമാത്രമാണ് ഏകരക്ഷ. ഫെബ്രുവരി 10, 1982. ശീലം കാരണം കുമ്പസാരിക്കരുത്. അതിനുശേഷം പഴയ ജീവിതം തുടരുക. ഇല്ല, അത് നല്ലതല്ല. കുമ്പസാരം നിങ്ങളുടെ വിശ്വാസത്തിനൊരു പ്രചോദനം നൽകണം. അത് നിങ്ങളെ ഉത്തേജിപ്പിക്കുകയും നിങ്ങളെ യേശുവിലേക്ക് അടുപ്പിക്കുകയും വേണം. കുമ്പസാരം നിങ്ങൾക്ക് ഒന്നും അർത്ഥമാക്കുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ വളരെ പ്രയാസത്തോടെ പരിവർത്തനം ചെയ്യപ്പെടും. നവംബർ 7, 1983. പ്രിയ മക്കളെ, ഈ നോമ്പുകാലത്ത് ദൈവത്തിൻ്റെ കാരുണ്യത്തിനായി നിങ്ങളുടെ ഹൃദയം തുറക്കൂ. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളെ ഓരോരുത്തരെയും പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ കുഞ്ഞുങ്ങളെ, ഈ സമയം നന്നായി പ്രയോജനപ്പെടുത്തുക. കുമ്പസാരത്തിൽ ദൈവവുമായുള്ള കൂടിക്കാഴ്ചയിലൂടെ പാപം ഉപേക്ഷിച്ച് വിശുദ്ധിക്കായി തീരുമാനിക്കുക. നിങ്ങളെയെല്ലാം തൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് ഇത് ചെയ്യുക. അങ്ങനെ നിങ്ങൾ സന്തോഷത്തിലും സമാധാനത്തിലുമായിരിക്കട്ടെ. കുഞ്ഞുങ്ങളെ, മറക്കരുത്, നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങളുടെ ബലഹീനതയാണ്. അതിനാൽ എൻ്റെ സന്ദേശങ്ങൾ ഗൗരവത്തോടെ പിന്തുടരുക. എൻ്റെ വിളിക്ക് മറുപടി നൽകിയതിന് നന്ദി. ഫെബ്രുവരി 25, 2007. കുമ്പസാരം പാപം ചെയ്യുന്നത് എളുപ്പമാക്കുന്നൊരു ശീലമായിരിക്കരുത്. വിക്ക എല്ലാ തീർത്ഥാടക സംഘങ്ങളോടും പറയുന്നു, കുമ്പസാരം എന്നത് നിങ്ങളിൽ നിന്നൊരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കേണ്ട ഒന്നാണ്. കുമ്പസാരം നിങ്ങളെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും അതിനുശേഷം
പഴയ ജീവിതം തുടരാൻ അനുവദിക്കുകയും ചെയ്യുമെന്ന് നിങ്ങൾ കരുതണമെന്ന് പരിശുദ്ധ കന്യക ആഗ്രഹിക്കുന്നില്ല. ഇല്ല, കുമ്പസാരം പരിവർത്തനത്തിലേക്കുള്ളൊരു ആഹ്വാനമാണ്. നിങ്ങളൊരു പുതിയ വ്യക്തിയായി മാറണം. വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ച് സാധാരണയായി ദർശനക്കാരുടെ അടുത്തേക്ക് സമാധാന രാജ്ഞിയായ പരിശുദ്ധയമ്മ സന്തോഷത്തോടെയാണ് വരുന്നത്. ഒരു സന്ദർഭത്തിൽ ബൈബിളിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവൾ കരയുകയായിരുന്നു. സമാധാന രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയം പറഞ്ഞു, നിങ്ങൾ ബൈബിൾ മറന്നുപോയി. ഭൂമിയിലെ മറ്റേതൊരു പുസ്തകത്തിൽ നിന്നും വ്യത്യസ്തമായൊരു പുസ്തകമാണ് ബൈബിൾ. ബൈബിളിലെ എല്ലാ കാനൂനിക പുസ്തകങ്ങളും പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ എഴുതപ്പെട്ടവയാണ്. അവയുടെ രചയിതാവ് ദൈവമാണെന്ന് വത്തിക്കാൻ രണ്ടാം കൗൺസിൽ പറയുന്നു. ദൈവിക വെളിപ്പെടുത്തലിനെക്കുറിച്ചുള്ള ഡോഗ്മാറ്റിക് കോൺസ്റ്റിറ്റ്യൂഷനിൽ ബൈബിളിനോട് താരതമ്യപ്പെടുത്താവുന്ന ഒരു വിശുദ്ധൻ്റെയോ വിശ്വസ്തൻ്റെയോ ഒരു രചന പോലുമില്ല. പ്രിയ മക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങളുടെ വീടുകളിൽ എല്ലാ ദിവസവും ബൈബിൾ വായിക്കണമെന്നും അത് വായിക്കാനും പ്രാർത്ഥിക്കാനും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അതെല്ലായ്പ്പോഴും ദൃശ്യമായ ഒരു സ്ഥലത്ത് വയ്ക്കണമെന്നാണ്. എൻ്റെ ആഹ്വാനത്തിന് മറുപടി നൽകിയതിന് നന്ദി. ഒക്ടോബർ 18, 1984. പ്രിയ മക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇടവകയ്ക്ക് വേണ്ടി ഒരു സന്ദേശം നൽകുന്ന ദിവസമാണ്. പക്ഷേ മുഴുവൻ ഇടവകയും സന്ദേശങ്ങൾ സ്വീകരിക്കുന്നില്ല, അവ ജീവിക്കുന്നുമില്ല. എനിക്ക് ദുഃഖമുണ്ട്. പ്രിയ മക്കളെ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുകയും എൻ്റെ സന്ദേശങ്ങൾ ജീവിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓരോ കുടുംബവും കുടുംബ പ്രാർത്ഥന നടത്തുകയും ബൈബിൾ വായിക്കുകയും വേണം. എൻ്റെ ആഹ്വാനത്തിന് മറുപടി നൽകിയതിന് നന്ദി. ഫെബ്രുവരി 14, 1985. പ്രിയ മക്കളെ, ഇന്ന് നിങ്ങൾ എനിക്ക് നൽകിയ ഈ മഹത്തായ ദിവസത്തിൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പമുള്ള ഈ ദിവസങ്ങൾ കൃപയുടെ ദിവസങ്ങളാണ്. നിങ്ങളെ പഠിപ്പിക്കാനും വിശുദ്ധിയുടെ വഴിയിൽ നടക്കാൻ സഹായിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സന്ദേശങ്ങൾ മനസ്സിലാക്കാനും ഞാൻ പറയുന്നത് ഗൗരവത്തോടെ സ്വീകരിക്കാനും ആഗ്രഹിക്കാത്ത നിരവധി ആളുകളുണ്ട്. അതിനാൽ ഞാൻ നിങ്ങളെ വിളിച്ചപേക്ഷിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലൂടെയും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലൂടെയും നിങ്ങൾ എൻ്റെ സാന്നിധ്യത്തിന് സാക്ഷ്യം വഹിക്കണമെന്ന്. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ എൻ്റെ വരവിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ദൈവം നിങ്ങളെ സഹായിക്കും. അതിനാൽ കുഞ്ഞുങ്ങളെ, പ്രാർത്ഥിക്കുകയും വിശുദ്ധ തിരുവെഴുത്തുകൾ വായിക്കുകയും ചെയ്യുക. അങ്ങനെ എൻ്റെ വരവിലൂടെ നിങ്ങൾക്കായി വിശുദ്ധ തിരുവെഴുത്തുകളിലെ സന്ദേശം നിങ്ങൾ കണ്ടെത്തും. എൻ്റെ വിളിക്ക് മറുപടി നൽകിയതിന് നന്ദി. ജൂൺ 25, 1991. പ്രിയ മക്കളെ, ശ്രദ്ധിക്കൂ. കാരണം ഞാൻ നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളെ അളവറ്റ രീതിയിൽ സ്നേഹിക്കുന്ന ദൈവത്തിൽ കൂടുതൽ വിശ്വാസവും ആശ്രയവും പുലർത്താൻ നിങ്ങളെ ക്ഷണിക്കാനും ആഗ്രഹിക്കുന്നു. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് ദൈവകൃപയിൽ എങ്ങനെ ജീവിക്കണമെന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയെല്ലാം പുതുതായി വിളിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിലും ചിന്തകളിലും ദൈവവചനം വഹിക്കാൻ. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ വിശുദ്ധ തിരുവെഴുത്ത്, അതായത് ബൈബിൾ, ദൃശ്യമായ ഒരു സ്ഥലത്ത് വയ്ക്കുക. അത് വായിച്ച് ജീവിക്കുക. നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക. കാരണം നിങ്ങൾ അവർക്കൊരു മാതൃകയല്ലെങ്കിൽ കുട്ടികൾ ദൈവനിഷേധത്തിലേക്ക് പോകുന്നു. ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. അപ്പോൾ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ജനിക്കുകയും നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കുകയും ചെയ്യും. എൻ്റെ വിളിക്ക് മറുപടി നൽകിയതിന് നന്ദി. ഓഗസ്റ്റ് 25, 1996. പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ. ഞായറാഴ്ച കുർബാനയിലും സാധ്യമാകുമ്പോഴെല്ലാം ദിവസേനയുള്ള കുർബാനയിലും പങ്കെടുക്കാൻ സമാധാന രാജ്ഞിയായ പരിശുദ്ധ കന്യകാമറിയം നമ്മോട് ആവശ്യപ്പെടുന്നു. അവളെ കാണുന്നതോ കുർബാനയ്ക്ക് പോകുന്നതോ തമ്മിൽ തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ അവർ പരിശുദ്ധ കുർബാന തിരഞ്ഞെടുക്കണമെന്ന് പരിശുദ്ധയമ്മ ദർശകരോട് പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധ കുർബാന എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് ഈ പ്രസ്താവന നമ്മോട് പറയുന്നു. വിശുദ്ധ കുർബാനയെ പ്രാർത്ഥനയുടെ ഏറ്റവും ഉയർന്ന രൂപമായും നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായും കാണണമെന്ന് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നുവെന്ന് മരീജ നമ്മോട് പറയുന്നു. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വിശുദ്ധമായ നിമിഷവുമായിട്ടാണ് പരിശുദ്ധ അമ്മ കുർബാനയെ കാണുന്നതെന്ന് വിക്ക നമ്മോട് പറയുന്നു. യേശുവിനെ വളരെ ബഹുമാനത്തോടെ സ്വീകരിക്കാൻ നാം തയ്യാറായിരിക്കണം. ശുദ്ധരായിരിക്കണം. യേശുവിനെ വളരെ ബഹുമാനത്തോടെ സ്വീകരിക്കാൻ നാം തയ്യാറായിരിക്കണം. വിശുദ്ധിയുള്ളവരായിരിക്കണം. പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായിരിക്കണം.
ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് കുർബാന. അതിൻ്റെ മഹത്വം നിങ്ങൾക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് കുർബാനയിൽ നിങ്ങൾ പൂർണ്ണരും എളിമയുള്ളവരുമായിരിക്കേണ്ടത്. നിങ്ങളതിനായി സ്വയം തയ്യാറെടുക്കണം. 1983. പ്രിയ മക്കളെ, ഇത് ഞാൻ നിങ്ങളെ നിങ്ങളുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥന പുതുക്കാൻ വിളിക്കുന്നു. പ്രിയ മക്കളെ, വളരെ ചെറിയ കുട്ടികളെ പ്രാർത്ഥനയ്ക്കും കുട്ടികളെ വിശുദ്ധ കുർബാനയ്ക്കും പ്രോത്സാഹിപ്പിക്കുക. എൻ്റെ ആഹ്വാനത്തിന് മറുപടി നൽകിയതിന് നന്ദി. മാർച്ച് 7, 1985. പ്രിയ മക്കളെ, വിശുദ്ധ കുർബാനയിൽ കൂടുതൽ സജീവമായ പ്രാർത്ഥനയിലേക്കും പങ്കുചേരലിലേക്കും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ പരിശുദ്ധ കുർബാന ദൈവാനുഭവമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. യുവജനങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സാത്താൻ പ്രവർത്തിക്കുന്ന ഈ ദിവസങ്ങളിൽ നിങ്ങളെ തന്നിലേക്ക് ആകർഷിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നതിനാൽ പരിശുദ്ധാത്മാവിനായി തുറന്നിരിക്കുക. എൻ്റെ വിളിക്ക് മറുപടി നൽകിയതിന് നന്ദി. മെയ് 16, 1985. പ്രിയ മക്കളെ, വിശുദ്ധ കുർബാനയുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ ഭംഗി അനുഭവിച്ചറിഞ്ഞ നിരവധി പേരുണ്ട്. എന്നാൽ മനസ്സില്ലാ മനസ്സോടെ വരുന്നവരുമുണ്ട്. പ്രിയമക്കളെ, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. പക്ഷേ യേശു കുർബാനയിലൂടെ നിങ്ങൾക്ക് തൻ്റെ കൃപകൾ നൽകുന്നു. അതിനാൽ ബോധപൂർവം വിശുദ്ധ കുർബാനയിൽ ജീവിക്കുക. നിങ്ങളുടെ വരവ് സന്തോഷകരമായ ഒന്നായിരിക്കട്ടെ. സ്നേഹത്തോടെ അതിലേക്ക് വരിക. പരിശുദ്ധ കുർബാന നിങ്ങളുടേതാക്കുക. എൻ്റെ വിളിക്ക് മറുപടി നൽകിയതിന് നന്ദി. ഏപ്രിൽ 3, 1986. പ്രിയ മക്കളെ, ദൈവം നിങ്ങളെ വിശുദ്ധരാക്കാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ എന്നിലൂടെ അവൻ നിങ്ങളെ പൂർണ്ണമായ കീഴടങ്ങളിലേക്ക് ക്ഷണിക്കുന്നു. വിശുദ്ധ കുർബാന നിങ്ങളുടെ ജീവിതമായിരിക്കട്ടെ. സഭ ദൈവത്തിൻ്റെ കൊട്ടാരമാണെന്നും ഞാൻ നിങ്ങളെ ഒരുമിച്ച് കൂട്ടുകയും ദൈവത്തിലേക്കുള്ള വഴി നിങ്ങൾക്ക് കാണിച്ചു തരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന സ്ഥലമാണെന്നും മനസ്സിലാക്കുക. വന്ന് പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെ നോക്കുകയോ അവരെ അപകീർത്തിപ്പെടുത്തുകയോ ചെയ്യരുത്. മറിച്ച് നിങ്ങളുടെ ജീവിതം വിശുദ്ധിയുടെ വഴിയെക്കുറിച്ചുള്ളൊരു സാക്ഷ്യമാകട്ടെ. പള്ളികൾ ബഹുമാനം അർഹിക്കുന്നു. മനുഷ്യനായി തീർന്ന ദൈവം രാവും പകലും അവയിൽ വസിക്കുന്നതിനാൽ അവ വിശുദ്ധമായി വേർതിരിക്കപ്പെടുന്നു. അതിനാൽ കുഞ്ഞുങ്ങളെ, പിതാവ് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. തുടർന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചോദിക്കുക. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ മാനസാന്തരത്തിലും പരിവർത്തനത്തിലും ഞാൻ സന്തോഷിക്കുന്നു. എൻ്റെ മാതൃത്വത്തിൻ്റെ മേലങ്കിയാൽ ഞാൻ നിങ്ങളെ സംരക്ഷിക്കുന്നു. എൻ്റെ വിളിക്ക് മറുപടി നൽകിയതിന് നന്ദി. ഏപ്രിൽ 25, 1988. മെഡ്ജുഗോറിയിൽ പരിശുദ്ധ അമ്മ ഈ കാലഘട്ടങ്ങളിലും സന്ദേശങ്ങൾ നൽകുന്നു. ഒക്ടോബർ 25, 2025 വൈകുന്നേരം 6:48. പ്രിയ മക്കളെ, അത്യുന്നതൻ തൻ്റെ നന്മയാൽ നിങ്ങളെ സമാധാനത്തിൻ്റെ പാതയിലേക്ക് നയിക്കാൻ എന്നെ നിങ്ങൾക്ക് തന്നു. പലരും പ്രതികരിച്ച് പ്രാർത്ഥിക്കുന്നു. പക്ഷേ സമാധാനമില്ലാത്തവരും സ്നേഹത്തിൻ്റെ ദൈവത്തെ അറിയാത്തവരുമായ നിരവധി സൃഷ്ടികളുണ്ട്. അതിനാൽ കുഞ്ഞുങ്ങളെ, പ്രാർത്ഥിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. പരസ്പരം നന്മയിലേക്ക് പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ സൃഷ്ടിക്കുക. ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ പരിവർത്തനത്തിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ആഹ്വാനത്തിന് മറുപടി നൽകിയതിന് നന്ദി. മെഡ്ജുഗോരിയയിൽ പ്രത്യക്ഷപ്പെട്ട സമാധാന രാജ്ഞിയോടുള്ള ഭക്തിക്ക് 2024 സെപ്റ്റംബറിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ അംഗീകാരം നൽകി. മെഡ്ജുഗോരിയയിലെ സന്ദേശങ്ങൾ എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നതാണെന്ന് പരിശുദ്ധ അമ്മയുടെ ഈ കാലഘട്ടത്തിലെ മറ്റു പ്രത്യക്ഷീകരണത്തിലൂടെയും അമ്മ വെളിപ്പെടുത്തി തരുന്നു. പരിശുദ്ധ അമ്മയുടെ അനുദിന സന്ദേശങ്ങൾ എന്ന പുസ്തകത്തിൽ പരിശുദ്ധ അമ്മ വെളിപ്പെടുത്തി തരുന്ന സന്ദേശങ്ങൾ ഇങ്ങനെ: എൻ്റെ മക്കളെ, സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ പാപമാകുന്ന വിഷം നിറയ്ക്കാൻ ലൂസിഫറും അവൻ്റെ കിങ്കരന്മാരും ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം ജപമാലയാകുന്ന ചങ്ങലയിൽ പരിശുദ്ധ കുർബാനയാകുന്ന താഴിട്ട് പൂട്ടിവെക്കുക. എന്തെന്നാൽ ഞാൻ നിങ്ങളുടെ അമ്മയാണ്. ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. എൻ്റെ കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങളുടെ ഹൃദയങ്ങളുടെ പൂർണ്ണ സമർപ്പണം എനിക്കും എൻ്റെ ഈശോയ്ക്കും തരിക. മക്കളെ, പ്രാർത്ഥനയിൽ കരുത്താർജിക്കുവിൻ. മക്കളെ, നിത്യപിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. എൻ്റെ മക്കളെ, സമാധാനം ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പാപങ്ങളാൽ നിങ്ങളെ കൊത്തിപ്പറിക്കാൻ വരുന്ന പിശാചിൻ്റെ കഴുകൻ ചിറകുകൾ നിങ്ങൾക്ക് ശല്യമായിരിക്കുമ്പോൾ എൻ്റെ മാലാഖമാരുടെ പൊൻതൂവലുകൾ എൻ്റെ വിമല ഹൃദയത്തിൻ്റെ യോഗ്യതകളാൽ നിങ്ങളെ മറച്ചു പിടിക്കും. വിശുദ്ധ മിഖായേലിനോടും വിശുദ്ധ ഗബ്രിയേലിനോടും വിശുദ്ധ റപ്പായേലിനോടും മാധ്യസ്ഥം ചോദിക്കണം. അവർ എൻ്റെ വിശ്വസ്ത പടയാളികളും
ദൈവത്തിൻ്റെ മുഖ്യ ദൂതന്മാരുമാകുന്നു. എൻ്റെ മാലാഖമാരെ അയച്ച് നിങ്ങൾക്ക് ഞാൻ സംരക്ഷണം ഏർപ്പെടുത്തും. മക്കളെ, സ്നേഹത്തിലൊന്നായിരുന്ന് കൈകൾ കോർത്തു പിടിച്ച് പ്രാർത്ഥിക്കുവിൻ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദിവ്യകാരുണ്യമായ എൻ്റെ പുത്രന് സകല ആരാധനയും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ അമ്മയുടെ ആഹ്വാനമനുസരിച്ച് മാനസാന്തരപ്പെട്ട് അനുതപിച്ച് കുമ്പസാരിച്ച് വിശുദ്ധിയിൽ ജീവിക്കുന്നതിനായി പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയും പരിശുദ്ധ കുർബാനയ്ക്ക് ജീവിതത്തിൽ പ്രഥമ സ്ഥാനം നൽകുകയും ദൈവവചനത്തിൽ ജീവിക്കുകയും ചെയ്യാം. പൈശാചിക ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനായി ലിയോ 13 മാർപ്പാപ്പ രചിച്ച വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള പ്രാർത്ഥന ചൊല്ലി നമുക്ക് സംരക്ഷണം തേടാം. മുഖ്യ ദൈവദൂതനായ വിശുദ്ധ മിഖായേലിനോട് സഹായ അപേക്ഷ. മുഖ്യ ദൈവദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ ഏറ്റവും മഹത്വപൂർണനായ സൈന്യാധിപനെ, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കുമെതിരായുള്ള ഞങ്ങളുടെ പോരാട്ടത്തിൽ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ദൈവം തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ച് വലിയ വില കൊടുത്ത് പിശാചിൻ്റെ ആധിപത്യത്തിൽ നിന്ന് മോചിപ്പിച്ച മനുഷ്യവർഗത്തിൻ്റെ സഹായത്തിനെത്തണമേ. തിരുസഭ അങ്ങയെ അവളുടെ സംരക്ഷകനായി വണങ്ങുന്നു. രക്ഷിക്കപ്പെട്ട ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കുവാനുള്ള ഉത്തരവാദിത്തം നമ്മുടെ കർത്താവ് അങ്ങയെയാണല്ലോ ഭാരമേൽപ്പിച്ചിരിക്കുന്നത്. അതിനാൽ വിശുദ്ധ മിഖായേലെ, സാത്താൻ ഇനിയൊരിക്കലും മനുഷ്യമക്കളെ ബന്ധനത്തിലാക്കി സഭയെ പീഡിപ്പിക്കാൻ ഇടയാകാതിരിക്കുന്നതിന് അവനെ അവിടുത്തെ തൃപ്പാദത്തിൻ കീഴിൽ ഞെരിക്കുന്നതിനായി സമാധാനത്തിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ ജപിക്കുവാൻ പോകുന്ന ഈ പ്രാർത്ഥനയെ അത്യുന്നത ദൈവസന്നിധിയിൽ അങ്ങ് തന്നെ സമർപ്പിക്കണമേ. അതുവഴി ദൈവത്തിൻ്റെ കാരുണ്യം എത്രയും വേഗം ഞങ്ങളുടെ മേൽ ചൊരിയുവാനിടയാകട്ടെ. സാത്താനും പിശാചുമായ ആ പുരാതന സർപ്പത്തെ പിടിച്ചടക്കി ബന്ധിച്ച് അവൻ ഇനിയും ജനതകളെ വഞ്ചിക്കാതിരിക്കുവാനായി പാതാളത്തിലേക്കെറിയണമേ. ആമേൻ. മിഖായേൽ മാലാഖയോടുള്ള ഈ പ്രാർത്ഥന ദിവസവും ചൊല്ലി നമ്മുടെ ജീവിതത്തിനു ചുറ്റും സംരക്ഷണത്തിൻ്റെ വേലി കെട്ടാം. നരകസർപ്പത്തിൻ്റെ തല തകർത്ത അമലോത്ഭവയായ ദൈവകരുണയുടെ മാതാവേ, ദൈവകരുണ ഞങ്ങളിൽ വർഷിക്കപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. പിശാചുക്കളുടെ പരിഭ്രമമായ നിർമ്മല ഹൃദയനാഥനായ വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കൊച്ചു ത്രേസ്യായെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീന, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.